41 വർഷങ്ങൾക്ക് ശേഷം നമ്മളിതാ വീണ്ടും ബഹിരാകാശത്ത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ഇന്ത്യക്കായി ശുഭാംശുവിന്റെ സന്ദേശമെത്തി. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ബഹിരാകാശത്ത് നിന്ന് ആ സന്ദേശം എത്തുമ്പോൾ ഇന്ന് ഭാരതീയർക്ക് ബഹിരാകാശം അന്യമല്ല. രാകേഷ് ശർമ്മ ആദ്യം ബഹിരാകാശ സഞ്ചാരിയായ കാലത്തു നിന്നും വളരെ ദൂരം മുന്നോട്ട് പോയി നമ്മൾ. ആക്സിയം 4 ദൌത്യത്തിന്റെ ഭാഗമായി ഫാൽക്കൺ 9 റോക്കറ്റിൽ ശുഭാംശു ഉൾപ്പെടെ 4 പേർ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചു. പേടകം ബഹിരാകാശത്ത് എത്തിയതിനു പിന്നാലെ ഇന്ത്യക്കാർക്കായി ഹിന്ദിയിൽ ശുഭാംശുവിന്റെ സന്ദേശവും എത്തി. ആ സന്ദേശം ഇങ്ങനെ: നമസ്കാരം എന്റെ രാജ്യത്തെ പ്രിയപ്പെട്ട ജനങ്ങളെ, 41 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ബഹിരാകാശത്തെത്തി. ഇത് വളരെ ആശ്ചര്യജനകമായ യാത്രയാണ്. സെക്കൻഡിൽ 7.5 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയെ ചുറ്റുകയാണ് ഞങ്ങൾ. നിങ്ങൾ എല്ലാവർക്കും ഒപ്പമാണ് ഞാൻ എന്ന് എന്റെ ചുമലിൽ പതിച്ച ത്രിവർണ്ണ പതാക എന്നോട് പറയുന്നു. ഇത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള എന്റെ യാത്രയുടെ തുടക്കമല്ല, പക്ഷേ മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ തുടക്കമാണ്. ഈ യാത്രയിൽ നിങ്ങൾ എല്ലാവരും ഭാഗമാകണം എന്നാണ് എന്റെ ആഗ്രഹം. അഭിമാനം കൊണ്ട് നിങ്ങളുടെ നെഞ്ചു നിറയണം. നമുക്ക് ഒത്തൊരുമിച്ച് മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിക്ക് തുടക്കമിടാം. നന്ദി. ജയ് ഹിന്ദ്, ജയ് ഭാരത്, ശുഭാംശു പറഞ്ഞു. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമെന്ന് ശുഭാംശുവിന്റെ പിതാവ് ശംഭു ദയാൽ ശുക്ല ഉത്തർപ്രദേശിലെ ലക്നൌവിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് എന്നതിലേക്കുള്ള ചവിട്ടുപടിയാണ് ശുഭാംശുവിന്റെ ഈ നേട്ടമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു.